അങ്ങനെ ഇന്ന് നമ്മൾ കല്യാണത്തിനായിട്ട് എറണാകുളം പോവാണ്. തൃപ്പൂണിത്തറയിലാണ് ചെക്കൻ്റെ വീട്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് കല്യാണം. ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വെച്ചിട്ടാണ് കല്യാണം. അവിടുത്തെ പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. മസാല ദോശയായിരുന്നു കഴിച്ചത്. ജോബിച്ചൻ തന്നെയാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ എറണാകുളം എത്താനായി. ഞാൻ കുറച്ച് കാലത്തിന് ശേഷമല്ലേ പോണേ. ഇപ്പോൾ 1 വർഷത്തോളമായില്ലേ ബാംഗ്ലൂർ. അപ്പോൾ സ്ഥിരം പോയിരുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആലുവയൊക്കെ എത്താറാകുമ്പോഴേക്കോ നമ്മുടെ വഴി, കളമശ്ശേരി തിരുവൊക്കെ കാണുമ്പോൾ നമ്മുടെ വഴി, കാക്കനാട് എത്താറാകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം, അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു മർത്തോമ്മ പള്ളിയിൽ വെച്ചിട്ടാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നേരെ കെട്ടിന് പള്ളിയിൽ പോയി. 2:30 3 മണിയൊക്കെ ആവാറാവുമ്പോഴായിരുന്നു കെട്ട്. വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 7 വിശുദ്ധ കൂദാശകളാണ് ഉണ്ടാവുക. അതിലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം തന്നെയാണ് ഈ വിവാഹ കൂദാശ എന്ന് പറയുന്നത്. ഇടയ്ക്കെങ്കിലും ഒരു വിവാഹ കൂദാശ കൃത്യമായിട്ടുള്ള ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുവിധം ദാമ്പത്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുമെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇടയ്ക്കെങ്കിലും ഒരു വിവാഹ കൂദാശ കാണുന്നത് നല്ലതാണ് താനും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ട് കഴിഞ്ഞിട്ട് നേരെ ചെക്കൻ്റെ വീട്ടിലെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് വിരുന്ന് പോയ ആൾക്കാർ. ചെക്കൻ്റെ വീട്ടിലാണല്ലോ ഫംഗ്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വൈകിട്ട് 6:30-7 മണി നേരത്താണ് റിസപ്ഷൻ പോലെയായിരുന്നു കല്യാണ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ചെക്കനും പെണ്ണിനും സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ട്. പതിവ് പോലത്തെ കുറേ പരിപാടികളുണ്ടല്ലോ, കേക്ക് മുറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കലൊക്കെ ആയിട്ട് ഒരു ഫുൾ ഫാമിലി ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. അവൾക്ക് അവിടെ കൂട്ടായിട്ട് ഏട്ടനും ഏട്ടത്തി 2 കുഞ്ഞു പിള്ളേരും ഉണ്ട് കേട്ടോ. കല്യാണം രാത്രി റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു പെണ്ണിന്റെ വീട്ടിലേക്ക് ചെക്കൻ വന്നത്. അപ്പോൾ ആളും ആരവങ്ങളൊക്കെ ആയിട്ട് കസിൻസും റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് അവരെ ആനയിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണം കയറ്റൽ എന്നുള്ള ചടങ്ങിനെ ചെക്കനും പെണ്ണിനെയും വരവേറ്റിട്ട് നെല്ലുനീരൊക്കെ വാഴ്ത്തിയിട്ട് കൈപിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്.
പള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവുതൈകൾ പോലെയുമിരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ ും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ നല്ല രീതിക്ക് ആഘോഷിച്ചു. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.